നീ ഇതുവരെ റെഡി ആയില്ലേ? എന്തിന്? അവളുടെ കല്യാണം. പോടാ, ഞാനൊന്നുമില്ല. 90% ആണുങ്ങൾക്കും കിട്ടുന്നൊരു ഭാഗ്യമാണ് പ്രേമിച്ച പെണ്ണിന്റെ കല്യാണം കൂടുക എന്നുള്ളത്. ആ കല്യാണവും കൂടി വയറ് നിറച്ച് ഫുഡും കഴിച്ച് ഓളുടെ കെട്ടിയവനുമായിട്ടൊരു സെൽഫി എടുത്ത് നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടി പട്ടിന്ന് മനസ്സിൽ പറഞ്ഞാല് നമുക്ക് പുറമേ ഷേക്കാൻ്റെ ഒക്കെ കൊടുത്ത് ആൾ ദോസ്റ്റ് പറഞ്ഞ ഒരാളിയാ. വാ. കറക്റ്റ്. അവള് മസ്റ്റായിട്ട് പറഞ്ഞു പറഞ്ഞല്ലേ? നീ വാ. ഇതെന്തടാ മണവാളിന് ഒരുക്കുന്ന പോലെ? ആ, മണവാളനാവേണ്ടതാ. ജസ്റ്റ് മിസ്സായി. എന്നാ ഈ ഷർട്ട് പോരാ. ബട്ടണൊക്കെ ഉണ്ടല്ലോ. ഇത് നല്ലല്ലേ? ഇത് മതി. ഓക്ക് തോന്നണം മിസ്സായത് നിനക്കല്ല, ഓക്കാണെന്ന്. പിന്നെ നിന്നെ മാത്രല്ല, നിന്റെ ഉമ്മയുടെ ബിരിയാണിയും നെയ്ച്ചോറും ചട്ടിപ്പത്തിരിയും ഒക്കെ. ചട്ടിപ്പത്തിരിന്റെ കാര്യത്തിൽ മിസ്സായ ഭാഗ്യ കേട്ടോ. കഴിഞ്ഞ ആഴ്ച പമ്പം പരാജയമായിരുന്നു. ഇനി ചട്ടിപ്പത്തിരിയും ചോദിച്ചോണ്ട് വാ. ചട്ടി കമത്തു എന്റെ തലയിൽ. ഇപ്പൊ ഒരു മൊഞ്ചനായിക്കണ്. ചെല്. റൂമിന്റെ കാര്യം ഓക്കെ അല്ലേ? എല്ലാ AC റൂം വേണം, 2 സ്യൂട്ട് റൂം ആയിക്കോട്ടെ. ചേട്ടാ, മരിയയുടെ ഫ്രണ്ട്സ് ആണോ? അതെ. മോളകത്തുണ്ട്. കുര്യച്ചനും ഫാമിലിക്ക് എവിടെ താമസം അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതാ തോമസിന്റെ ഹോട്ടൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാ അവർക്ക് ആ ലൊക്കേഷൻ മാപ്പ് ഒന്ന് അയച്ചു കൊടുത്തേക്ക്. അതിനെ അയച്ചു കൊടുത്തോളൂ. അങ്കിളെ, ഇവര് മറിയയുടെ ഫ്രണ്ട്സ് ആണ്. മറിയയുടെ അപ്പച്ചനാട്ടോ. മക്കൾ ഇരിക്കെ, നീ വേഗം ഒന്ന് അയച്ചു കൊടുത്തേക്ക്. അങ്കിള് പള്ളികാരിയായോണ്ടേ മദ്യപാന സെറ്റപ്പ് ഒക്കെ ഇച്ചിരി ഒതുക്കത്തില്ല. റെന്റിന്റെ മതി, അവൻ അടിക്കാരൻ. അതെന്നാ പരിപാടിയാ? എന്നാ നമുക്കടിക്കാം. ആസ്ബി അല്ലേ? വീഡിയോ കണ്ടായിരുന്നു കേട്ടോ, പൊളിച്ചിട്ടുണ്ട്. താങ്ക് യു ബ്രോ. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ആ, സാറിന് ആളെ മനസ്സിലായില്ലേ? ഇതാണ് ആസിഫ് കടലുണ്ടി. ഇവരുടെ റാപ്പ് ഭയങ്കര ഫേമസ് ആണ്. ആഹാ, എന്നാ പിന്നെ 2-3 പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ചിട്ട് നിങ്ങൾ പോയാ മതി. അല്ല പിന്നെ ബ്രോ, ആ ബുർക്ക ഡാൻസ് സൂപ്പർ ആയിരുന്നു കേട്ടാ. ആരത്? എടുത്തേ. 2 അടിച്ചങ്ങട് നമുക്കിന്ന് പാടി മെഴുകാനുള്ള. ഞാൻ ഇതൊന്നും മറിയ കൊടുത്തിട്ട് വരാം. ആയിക്കോട്ടെ, കൊടുത്തു വന്നിട്ട് പാടിയാ മതി. ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഫ്രണ്ട്സ് വന്നില്ലേ? അവര് താഴെയുണ്ട്. ഇതെനിക്കുള്ളതാണോ? ഇത് ഞാനല്ലേ? ആ, ഈ ശ്രീരാമൻ ഞാനാണ്. നമ്മൾ 5th വരെ സെയിന്റ് മേരീസിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തന്നെ ഓർമ്മയില്ലടോ. ഇതെന്താ ഒരു ആരോ ഒക്കെ? ഓ, അത് ഞാൻ ഇട്ടതാ. അല്ല, അന്ന് എനിക്ക് തന്നെ നമ്മുടെ
റാപ്പ് വൈറലായല്ലോ. ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി? ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ലേറ്റ് ആയല്ലേ. ആയി. എന്നാ ഓക്കെടോ, ഓൾ ദ ബെസ്റ്റ്. നാളെയാണ് താലിമംഗളം, നാളെയാണ് താലിമംഗളം, നാളെയാണ്. പരിപാടി തുടങ്ങാനേ പോവാ. വാ. അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി ഒരു പടപറപ്പ് റാപ്പുമായി എത്തുന്നു മലയാളക്കരയുടെ മഞ്ചൽസിന്റെ അനുഗ്രഹീത ഗായകൻ ആസ്മി കടലുണ്ടി. കേരളത്തിലാകമാനം ചർച്ചാ വിഷയമായ ലവ് ജിഹാദ് കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ക്യാമ്പസുകളും മറ്റും കേന്ദ്രീകരിച്ച് പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും IS പോലെയുള്ള ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഘം നിഗൂഢമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ്. വാടാ പിള്ളേരെ, വാടാ വാടാ, പേടിക്കണ്ട, എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാ, വാ. എന്ത് ആസി? അവരകത്തുണ്ട്. ഇതവൻ്റെ സുഹൃത്തുക്കളാ, വാടാ. അല്ലേ എന്ത് പണിയാ ബോസ് കാണിച്ച? അറ്റ്ലീസ്റ്റ് ഒരു വാക്ക് നമ്മളോട് പറഞ്ഞിട്ട് പോയായിരുന്നു. എടാ ഇന്നലെ നമുക്ക് കള്ളൊഴിച്ച് തന്നില്ലേ, ആ തണ്ടി പോലീസാടാ. അതെന്റെ കസിനാ. കസിൻ തണ്ടി അമ്മാതിരി അടിയാണ് അടിച്ചത്. സത്യമായിട്ട് നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം അറിയുന്നത് ഞങ്ങൾ പറഞ്ഞു പോയേനെ. അതുകൊണ്ടാ ഇവരിവിടെ ഉണ്ടെന്ന് നിന്നോടൊന്നും ഞാൻ പറയാമായിരുന്നത്. എടാ മനഃപൂർവ്വം നിങ്ങളോട് പറയായിരുന്നല്ല, ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാ. അച്ഛായ എനിക്കെൻ്റെ വാപ്പാനും ഉമ്മാനും ഒന്ന് കണ്ടാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും ഓരോ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എടാ നിന്റെ വീടിന്റെ ഭാഗത്തോട്ട് ചെന്നാലേ അവിടെയൊക്കെ പോലീസായിരിക്കും. പോലീസുകാരെ കൊച്ചിനെ കൊണ്ടൊക്കെ പോകും, നിന്നെ പിടിച്ച് പഞ്ഞിക്ക് വിടും. എടാ വാപ്പ നിസ്കരിക്കാൻ വലിയ പള്ളിയിൽ പോകാറില്ലേ, നമുക്ക് അവിടെ വെച്ച് കണ്ടാ പോരെ? ആ അത് കൊള്ളാം, അവിടെ വെച്ചാകുമ്പോൾ ആരും സംശയിക്കില്ല, അതാ നല്ല. വാ. ആ സാർ വരുന്നുണ്ടല്ലോ. അങ്കിൾ ഇതിലൊന്ന് ഒപ്പിട്ടെ. ഹേബിയസ് കോർപ്പസിനുള്ള പേപ്പറാ. അവൻ അവളെയും കൊണ്ട് എവിടെ പോയാലും പൊക്കാനുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി സന്തോഷമായിട്ട് ഈ ചായയും കുടിച്ച്. അവന്റെ ആ കൂട്ടുകാർക്ക് കാര്യമായിട്ട് ഒന്നും അറിയത്തില്ല. ഞാൻ നല്ല രീതിയിലൊന്ന് ചോദ്യം ചെയ്തായിരുന്നു,
അവന്മാര് പോലും അറിയാണ്ട അവൻ അവളെയും കൊണ്ട് കടന്നു കളഞ്ഞത്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. നാളെ നേരം വെളുക്കുമ്പോഴേക്കും അവൾ ഇവിടെ ഉണ്ടാവും. ഡേവിസാ പറയുന്നത്.